സാറെന്താണ് തോന്നുന്നത്, ഇപ്പോൾ യൂസഫ് പത്താൻ അടക്കമുള്ള ആളുകളെ സെറ്റിൽ ചെയ്യാൻ അമിത്ഷാ ശ്രമിച്ചേക്കോ, അതല്ല ഇപ്പോഴത്തെ ഈ ഒരു ഇത് മുതലെടുക്കാൻ മമതാ ബാനർജിക്ക് കഴിയുമോ? അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, അതായത് ഇപ്പൊ നമ്പേഴ്സ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ശ്രമം അവർ നടത്തുകയാണെങ്കിൽ, ആ ബില്ല് അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായും അമിത്ഷാ അതിനുള്ള ഒരു ശ്രമം നടത്താതിരിക്കില്ല. കാരണം ഒരാളായാൽ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇതിൽ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ TMCയിൽ ഉണ്ടായിട്ടുള്ള സ്പ്ലിറ്റ്, അല്ലെങ്കിൽ ഇവർ മാറിപ്പോയത് എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിലൊരു എന്താ പറയുക, ഒരു യുക്തിഭദ്രമല്ലാത്തൊരു പോക്കാണ്. കാരണം വെച്ചാൽ ഇപ്പം അവരാണ് അവിടെ ശരിക്കും ബംഗാളിൽ പ്രതിപക്ഷം ആരാ? തൃണമൂൽ കോൺഗ്രസ് ആണ്. അപ്പോൾ പ്രതിപക്ഷമായി നിൽക്കേണ്ട ആളുകൾ മുഴുവനും ഭരണപക്ഷത്തേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ അവർക്ക് അസംബ്ലിയിൽ പോയാൽ ആ MLA-മാർ മുഴുവനും ഭരണപക്ഷത്തായി നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷമില്ലായിക അവിടെ രൂപപ്പെടും. അവിടെ എന്ത് നടപടികളിലേക്ക് പോയി കഴിഞ്ഞാലും അത് മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരും. എല്ലാ തരത്തിലുള്ള പിന്തിരിപ്പൻ നടപടികൾ അല്ലെങ്കിൽ തന്നെ അവിടെ അതാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുഴുവൻ അംഗീകാരം കിട്ടുന്ന രീതിയിലേക്ക് അവിടുത്തെ കാലാവസ്ഥ മാറും. അതൊരിക്കലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. എത്ര ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാലും ഒരു പ്രതിപക്ഷമില്ലാത്തൊരു സാഹചര്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ബംഗാളിലെ പോലെ ഇത്രയും പൊളിറ്റിക്കലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചില ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രതിപക്ഷമേ ഇല്ലാതെ പോയ ഒന്നുകിൽ DMK അല്ലെങ്കിൽ DMK അങ്ങനെ അധികാരത്തിൽ വരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബംഗാളിൽ അങ്ങനെയല്ല. ബംഗാളിൽ അപ്പുറത്ത് അടികൂടാൻ ആളില്ലെങ്കിൽ അവിടെ ഒരു പൊളിറ്റിക്സ് സാധ്യമല്ലാത്ത സാഹചര്യമാണ്. അങ്ങനെ ഒരു ഏകപക്ഷീയമായൊരു സാഹചര്യത്തിലേക്ക് പോകാൻ ഒരു സാധ്യതയില്ലാത്തൊരു സംസ്ഥാനമാണ്. അത് നിലനിൽക്കണമെങ്കിൽ അവിടെ ഒരു പ്രതിപക്ഷം വേണം. അവിടെ പ്രതിപക്ഷം ആയി നിൽക്കാൻ അവർക്ക് അവിടെ കഴിയില്ല. ഇതേ ആൾക്കാരാണ്, അല്ല അവരവിടെ പ്രതിപക്ഷമായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഇപ്പോൾ മമതാ ബാനർജിയോട് തെറ്റിപ്പിരിഞ്ഞ് വന്ന് അവിടുത്തെ MLA-മാർ പ്രതിപക്ഷമായി ഞങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? ഇവിടെ അതേ കൂട്ടര്, ആ തെറ്റിപ്പിരിഞ്ഞ അവരുടെ സഹോദര പ്രതിനിധികൾ ഇവിടെ NDA-യുടെ കൂടെയാണ് നിൽക്കുക. അപ്പോൾ അതിനൊരു കോൺട്രഡിക്ഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ രണ്ടുപേരും തന്നെ വെവ്വേറെ ഗ്രൂപ്പിലേക്ക് പോയാൽ മാത്രമേ അതിനൊരു ന്യായീകരണം ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഏറെക്കാലം നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു സ്പ്ലിറ്റ് അല്ല എന്നൊരു സൂചന, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകുന്നത് തന്നെ വളരെ ശാശ്വതമായി ഇവരെല്ലാം അതിൽ നിന്ന് വിട്ടുപോയി. അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ അഭിഷേക് ബാനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അത് സെറ്റിൽ ചെയ്യുന്നതോടുകൂടി അത് വീണ്ടും റീഗ്രൂപ്പ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അന്നേ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ശാശ്വതമാവുമെന്നല്ല. തൃണമൂൽ കോൺഗ്രസ് തിരിച്ചു വരാനുള്ള സാധ്യത ഇപ്പോഴല്ലെങ്കിലും വിദൂര ഭാവിയിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ഈ അടുത്ത 5 വർഷത്തിൽ എപ്പോഴും വേണമെങ്കിലും അതിനുള്ള ഒരു സമയവും ഒക്കെ കാര്യങ്ങൾ വരെ. ഇവിടെ ഇപ്പോൾ മാനേജ് ചെയ്യാൻ ഒരുപക്ഷെ അമിത്ഷാ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അവർക്ക് ആ സപ്പോർട്ട് തിരികെ കിട്ടാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നു. യെസ്, അപ്പോൾ അമിത്ഷായേക്കാൾ വലിയ മാനേജർ അല്ല മമതാ ബാനർജി. മാത്രമല്ല ഇപ്പോൾ അവർ കുറച്ചുകൂടെ വീക്കാണ്. എങ്കിൽ കൂടിയും നഷ്ടപ്പെട്ടതൊക്കെ ഒരല്പമെങ്കിലും തിരിച്ചു പിടിക്കാൻ രാഷ്ട്രീയ ചാണക്യം എന്നൊക്കെയാണല്ലോ അമിത്ഷായെ പറയുന്നത്. ഈ ചാണക്യതന്ത്രങ്ങൾ യഥാർത്ഥ ചാണക്യതന്ത്രങ്ങൾ തന്നെയാണ്, അതല്ല ഗുണ്ടാകൃതി എന്ന് ഹിന്ദിയിൽ പറയുന്ന കാര്യമാണെന്നുള്ളത് കൂടി ആലോചിക്കുന്നുണ്ട്. നമ്മൾ ഒരു അബ്സല്യൂട്ട് പവറിലിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് പൊട്ടത്തരവും വിജയിക്കും. അബ്സല്യൂട്ട് പവർ എന്ന് എന്താണ്? ജനങ്ങളുടെ പിന്തുണയാണ്. ഈ ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നെ ബുദ്ധിരാക്ഷസനാണല്ലോ, അതൊക്കെ പാളിപ്പോവും. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ചാണക്യം എന്ന് വിളിക്കും. അതെല്ലാം വൻ ബുദ്ധിയിൽ നിന്ന് ഉയർന്നു വരുന്ന തന്ത്രങ്ങളൊന്നും ആവണമെന്നില്ല. അബ്സല്യൂട്ട് പവർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തോ അബ്സല്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. യെസ്, അപ്പോൾ ഈ സാഹചര്യം മുതലെടുക്കാൻ ഏതെങ്കിലും അർത്ഥത്തിൽ മമതക്ക് കഴിയുമോ? ശേഷി ഇപ്പോഴും അവരിൽ ബാക്കിയുണ്ടോ എന്നതും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്.